നമസ്കാരം. ഗ്രാൻഡ് പാഷോക്ക്. മനസ്സില്ലാ മനസ്സോടെയാണ് ഒഡീസിയൂസ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടതെങ്കിലും എല്ലാവരുടെയും ഒപ്പം എത്തിച്ചേർന്നതിന് ശേഷം പുള്ളി ഫുള്ളി കോപ്പറേറ്റീവായി. അവിടെ എത്തി പരിസരങ്ങളൊക്കെ നോക്കി വന്ന ആൾക്കാരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒഡീസിയസിന് തോന്നിയത്, എവിടെ അക്കിലസ് എവിടെ? അപ്പോൾ എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. അക്കിലസ് എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഏറ്റവും വിദഗ്ധനായ, ഏറ്റവും ശക്തനായ പോരാളിയാണ്, അജയ്യനാണ് അയാൾ. അപ്പോൾ ഒഡീസിയൂസ് പറഞ്ഞു, അക്കിലസ് ഇല്ലാതെ നമ്മൾ ട്രോയ്ക്ക് പോയിട്ട് കാര്യമില്ല, കാരണം അവനാണ് നമ്മുടെ വിജയത്തിൻ്റെ അത്താണി, അവനുണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ വന്നിട്ടില്ല. അവനെങ്ങനെ കൊണ്ടുവരും? അവൻ എവിടെയുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഒഡീസിയൂസിന് അറിയാമായിരുന്നു അവൻ എവിടെയുണ്ട്. ഒഡീസിയൂസിന് മറ്റൊരു കാര്യം കൂടി അറിയാം. എന്തുകൊണ്ടാണ് ഈ അക്കിലസ് അജയ്യനായി മാറിയെന്നറിയാമോ? അക്കിലസ് പീലിയൂസ് രാജാവിൻ്റെയും സമുദ്രദേവതയായ തേറ്റസിൻ്റെയും മകനാണ്. അവൻ കുട്ടിയായിരിക്കുമ്പോൾ ഈ തേറ്റിസ് എന്ന ദേവത എന്ത് ചെയ്തെന്ന് പറഞ്ഞു, ഇവനെ പാതാള നദിയായ സ്റ്റിങ്സിൽ മുക്കിയെടുത്തു പറഞ്ഞാൽ കണങ്കാലിൽ പിടിച്ചുകൊണ്ട് തലകീഴായിട്ടാണ് മുക്കിയെടുത്തത്. അപ്പോൾ ഈ നനഞ്ഞ ഭാഗം മുഴുവനും വജ്രതുല്യമായിട്ട് മാറി. അതായത് മനുഷ്യനിർമ്മിതമായ ഒരു ആയുധവും അവൻ്റെ അടുത്ത് യേശുവില്ല, അവനേക്കില്ല. അതേസമയം കണങ്കാലിൽ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, കാരണം അത്രയും ഭാഗം വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. അതുകൊണ്ട് അജയ്യനാണ് അവൻ. അവനെ കൊണ്ടുവരാതെ രക്ഷയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, നിങ്ങളൊരു സൂത്രം പ്രയോഗിച്ചില്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അവനെ കൊണ്ടുവരാൻ ഞാനൊരു സൂത്രം പ്രയോഗിക്കാം. കാരണം ഈ അക്കിലസ് ലൈമാക്കിഡീസ് എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ, ഈ ലൈമാക്കിഡീസിന് കുറേ പെൺമക്കളുണ്ടായിരുന്നു. ഈ പെൺമക്കളോടൊപ്പം പെൺവേഷം ധരിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു ഇവൻ, ആരാണെന്ന് ആരെയും അറിയിക്കാതെ. അപ്പോൾ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരും? ഒഡീസിയൂസ് പറഞ്ഞു, ഞാനൊരു സൂത്രം പ്രയോഗിച്ച് അവനെ കൊണ്ടുവരാം. ഒഡീസിയൂസ് ഒരു ഫിനീഷ്യൻ വ്യാപാരിയുടെ വേഷം കെട്ടി. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ വെച്ചുപണിക്കാരെന്ന് പറയില്ലേ, അതുപോലെ ചാന്ത്, പൊട്ട്, റിബൺ, ബലൂൺ, സുഗന്ധദ്രവ്യങ്ങൾ, സെൻറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നൊരു വ്യാപാരിയായിട്ട് വേഷം കെട്ടിയിട്ട് ഇയാൾ ലൈമാക്കിഡസിൻ്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് അവിടെ ഇതെല്ലാം നിരത്തി വെച്ച് അതിൻ്റെ കൂടെ സൈഡിലായിട്ട് നല്ല മിനുങ്ങുന്നൊരു വാളും വെച്ചു. അപ്പോൾ സ്ത്രീകളെല്ലാം ഓടിയെത്തി, പെൺകുട്ടികളെല്ലാം ഓടിയെത്തി, ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന്. പക്ഷെ ഒരാൾ ഓടി വന്നിട്ട് എനിക്ക് ഈ വാൾ മതി എന്ന് പറഞ്ഞിട്ട് വാളെടുത്തു. അപ്പോൾ തന്നെ ഒഡീസിയൂസിന് മനസ്സിലായി, ഇതാണ് അക്കിലസ്. അവനോട് ഒഡീസിയൂസ് ചോദിച്ചു, നീയല്ലേ അക്കിലസ്? നീ എന്തിനെവിടെ ഇങ്ങനെ കഴിയുന്നത് പെൺകുട്ടികളോടൊപ്പം? നിനക്ക് നിൻ്റെ അജയ്യത തെളിയിക്കണ്ടേ? നീ ഗ്രീസിൽ ഏറ്റവും വലിയ യോദ്ധാവാണെന്ന് തെളിയിക്കണ്ടേ? നിനക്ക് ആ ശ്രേയസ് വേണ്ടേ? നീ എന്നോടൊപ്പം വരൂ, നിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു. അവനോട് ട്രോയിലേക്ക് പോകേണ്ട ആവശ്യകതയെ പറ്റിയെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അക്കിലസ് സമ്മതിച്ചു, ഓക്കെ ഞാൻ വരാം. അതിനു മുമ്പ് അക്കിലസ് തൻ്റെ അച്ഛനെ അമ്മയും കാണാനായിട്ട് പീലിയൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ തേറ്റീസ് ദേവത ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, മോനെ, നീ എത്ര നാൾ വേണമെങ്കിലും എന്നോടൊപ്പം താമസിച്ചു, നീ ഇവിടെ താമസിച്ചു, എനിക്കതാണ് സന്തോഷം. ഇനി അതല്ല, നിനക്ക് നിൻ്റെ ധീരത തെളിയിക്കണം, ഒരു വലിയ യോദ്ധാവാണെന്ന് തെളിയിക്കണം, യുദ്ധക്കളത്തിൽ പൊരുതി മരിക്കാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ അതിനും എനിക്ക് സമ്മതം തന്നെയാണ്. അക്കിലസ് തീരുമാനിച്ചു, എനിക്ക് പോയേ പറ്റൂ. പീലിയൂസ് രാജാവ് അപ്പോഴേക്കും വയസ്സനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം നിറകണ്ണുകളോടെ മകനെ പോകാൻ അനുവദിച്ചു. വെറുതെ അങ്ങ് വിടുകയല്ല ചെയ്തത്. അദ്ദേഹം മകന് 50 പടക്കപ്പലുകൾ നൽകി. ഓരോ കപ്പലിലും 50 പടയാളികൾ വീതം. അവരെ നയിക്കുന്നതിനായിട്ട്
വിശ്വസ്തരായ അക്കിലസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട 2 അനുചരന്മാരെയും നൽകി, ഫിനിക്സ് എന്നും പെട്രോക്ലിസ് എന്നും. ഇവരോടൊപ്പം പോകുന്നതിന് മുമ്പ് തനിക്ക് ദേവതന്മാരാൽ നിർമ്മിക്കപ്പെട്ട് നൽകിയ പടച്ചട്ട, കുന്തം, പരിച എന്നിവയെല്ലാം അദ്ദേഹം അക്കിലസിന് നൽകി. എന്നിട്ട് അവനെ യുദ്ധത്തിന് പോകാനായിട്ട് അയച്ചു. സന്തോഷത്തോടു കൂടി അക്കിലസ് ഒഡീസിയസിനൊപ്പം യുദ്ധത്തിനായിട്ട് യാത്രയായി.